അങ്ങ് ഉടഞ്ഞു പോയല്ലോടി. ഉടഞ്ഞു പോവാൻ ഞാൻ എന്താ +2 പരിസിന്റെ ശില്പമാണോ? അത് കൊള്ളാലോ. നിന്റെ അമ്മ നിന്നെ ഗ്രൂം ചെയ്ത് വിട്ടാണോ ഈ കൗണ്ടർ ഇവിടെ അടിക്കാൻ വേണ്ടി? വിശേഷമൊന്നും ആയില്ലയോ? എന്തുവാ? അല്ല 6 മാസമായാലും കല്യാണം കഴിഞ്ഞിട്ട് വിശേഷമൊന്നും ആയില്ലയോ എന്ന് ചോദിച്ചത്. അല്ലേ ഈ നാട്ടുപുറത്തുള്ള നിങ്ങളെ പോലുള്ള അമ്മമാർക്കുള്ള സ്വഭാവം കല്യാണം കഴിഞ്ഞിട്ട് ഇനി വിശേഷം ആയില്ലയോ? 2 വർഷം കഴിഞ്ഞിട്ട് മതി ഞങ്ങളുടെ തീരുമാനം. ആണ്ട് കിടക്കത്തില്ല പുളിക്കാച്ചി. ഇപ്പോഴത്തെ പിള്ളേർ ഒരു കാര്യം കേട്ടോ, 2 വർഷം കഴിഞ്ഞു മതി പിള്ളേരെന്ന്. എടി നിന്റെ ഈ പ്രായത്തിൽ എനിക്ക് 4 പിള്ളേർ. 4 പിള്ളേരോ? 12 പിള്ളേരെന്ന് പറയാൻ തന്നെ എല്ലാ സെക്രട്ടറിയും 12, 13 അടിച്ച് കഴിഞ്ഞാൽ ക്ലീശ അടിക്കത്തില്ലയോ? അതുകൊണ്ട് ഞാൻ 4 ഒതുക്കിയത്. എന്നാലും പങ്കജാന്റി 4 പിള്ളേരെന്നൊക്കെ പറയുമ്പോ കല്യാണം കഴിച്ച താമരട്ടെ 3-ാം ദിവസം എന്റെ കയ്യെ കയറി പിടിച്ചു. അവിടെ നിന്ന് പറഞ്ഞാണ് പൊടിമോൻ ഇങ്ങനെ മുട്ടുകാലെ നടക്കുന്ന സമയത്താണ് അങ്ങനെ എന്നെ ഒന്ന് വട്ടം പിടിച്ചത്. അതാണ് വത്സല. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ സൂക്ഷിച്ചൊരു നോട്ടം, അതാ സുഷമ്മ. ഇത് ഞാൻ പറമ്പ് ഇന്നിപ്പോ എന്നെ വന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പണി നോക്കി പോണെന്ന് പറഞ്ഞാണ് രമണി. അല്ല പങ്കജാന്റി, ഈ 4 പിള്ളേരൊക്കെ വളർത്താൻ ഭയങ്കര പാടായിരിക്കും അല്ലയോ? 4 പിള്ളേരെ വളർത്താൻ ഭയങ്കര പാടൊന്നുമില്ല. പക്ഷെ ഇതുപോലെ കള്ളക്ക